നർമ്മദ നദിയാണ് ഈ കാണുന്നത്. നർമ്മദ നദിയുടെ തീരത്താണ്, അങ്ങ് തീരത്താണ് ഒരു ശിവക്ഷേത്രം. കണ്ടോ? ഓ, ആ പ്രദേശം മുഴുവൻ പടർന്ന് കിടക്കുകയാണ്. കണ്ടോ? അങ്ങകലെ വെള്ള, ഗോൾഡൻ, അതെല്ലാം നർമ്മദയുടെ തീരത്തുള്ള ഈ ഒരു പ്രദേശമാണ്. ഇവരവിടുത്തെ അന്തേവാസികളാണ്. നമ്മളിപ്പോൾ പഴം കൊടുത്ത അവർ പഴം ചോദിച്ച് പഴം കൊടുത്ത അവരിവിടുത്തെ അന്തേവാസികളാണ്. അവരിന്ന് കരയ്ക്ക് താമസിക്കുകയാണ്. മന്ദിറിൻ്റെ പഴയ ആൾക്കാരാണ്. നമ്മൾ അമ്പലത്തിലേക്ക് ഒരു ദക്ഷിണ കൊടുത്തു. नारियल क्या है? वो बोट में पूरा नारियल है। नाम है नाव। नाव ओ क्या करेगा? इसमें नारियल पकड़ते हैं, अपन के जापार करते हैं. ഓ, തേങ്ങ ഇവിടെ ഉടച്ചതിന് ശേഷം കുളിച്ച് കഴിഞ്ഞ് അവർ അമ്പലത്തിലേക്ക് പോകുന്നു. അതാണ് അവർ പറയണത്. ഓക്കെ ഓക്കെ. വളരെ മനോഹരമായ പ്രദേശമാണ്. ദോ മാതാജി മേ ദേഖാ हम केरल में. ഓക്കെ. എന്തായാലും നർമ്മദ നദി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഇവിടെ നിന്ന് ഗോരഖ്പൂരിലേക്ക് വെറും 25-30 കിലോമീറ്ററേ ഉള്ളൂ. മധ്യപ്രദേശിൻ്റെ തീരത്തുകൂടി ഗുജറാത്തിലൂടെ നദി कितना दूर में चलेगा नदी? वो गुजरात में ये नदी चलेगा? अमरकंटक से आई नर्मदा, वो तो मिली है समुद्र में. ഓ, अमरकंटक നിന്ന് ഈ നദി വന്നിട്ട് സീത ജായിയെ കിतना സ്റ്റേറ്റ്? സമുദ്രം വരെ. ഓ, അതാണ് ഗുജറാത്ത് വഴി ബീഹാർ വഴി എല്ലാതും നർമ്മദയുടെ തീരത്ത് ഇത് സ്ഥിതി ചെയ്യുന്ന നദിയാണ്. അതിലൂടെ കടന്നു പോകുന്ന നദിയാണ്. സ്വാമിമാരെല്ലാവരും സന്യാസിക്കായു ഡ്രസ്സിട്ട് ആ ഉത്സവ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങകലെ ആ വൈറ്റ് കണ്ടോ? ഗുജറാത്തിൽ നിന്ന് ഇത് അറബിക്കടലിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പ്രദേശത്ത് മുഴുവൻ ക്ഷേത്ര സമുച്ചയങ്ങളാണ്. പാറക്കല്ലുകളാൽ കടപ്പക്കല്ലുകളാൽ സമൃദ്ധമായ പാറവിരിപ്പുകളാണ്. തറയിലിടാനുള്ള കടപ്പക്കല്ല് ഇവിടുന്ന് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. വള്ളത്തിൽ മുഴുവൻ തേങ്ങയാണ്. ഒരു വള്ളം നമ്മൾ കാണുന്നു, തേങ്ങയാണ്. ഇവിടെ തേങ്ങ ഈ കരയ്ക്ക് ഉടച്ച് കുളിച്ച ശേഷമാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. പൂജാ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പൂജ നടക്കുകയാണ്. വളരെ മനോഹരമായ പഴയ കാലത്തെ പാലമൊക്കെ ഇടിച്ച് നിരത്തി നിതിൻ ഗഡ്കരി പുതിയ പാലം പണിതിട്ടുണ്ട് ഇതിന് പുറത്തൂടെ. ഈ പാലത്തിലൂടെ എത്ര നടന്നാലും എത്ര കണ്ടാലും രാത്രി സമയങ്ങളിൽ അങ്ങ് അകലെ ഉള്ള കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാം. അങ്ങ് അകലെയും ഉണ്ട് ക്ഷേത്രവർണ്ണം. വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഈ പ്രദേശത്ത് നിർത്തിയാണ്. ഈ നദിയുടെ അങ്ങേ വശം കാണിക്കുകയാണ്. റോഡിൻ്റെ ഭയാനകമായ വീതി കാരണം ഈ നദിയുടെ താഴത്തെ ഒരു ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ. ഇതാണ് നർമ്മദ നദി. ഈ തൂണിൻ്റെ പില്ലർ കണ്ടോ? ഈ പാലത്തിൻ്റെ പില്ലർ കണ്ടോ? എന്ത് ബലമുള്ള ഭീമ നോക്കി. ഇതാണ് അങ്ങേ സൈഡ്. നമ്മുടെ വാഹനം ഇവിടെ എത്തിച്ചേർന്നു. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 2300 കിലോമീറ്റർ അകലെയാണ് സാജൻ പൈനാപ്പിളിൻ്റെ ഈ വാഹനം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി നർമ്മദയുടെ പരിസരവും ആ ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിനോട് ചേർന്ന് ഈ ശിവക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ച് ഈ നളയിൽ തേങ്ങ ഉടച്ച് ഈ ശിവക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശേഷമേ അങ്ങേറ്റത്തുള്ള ആ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് പോകുള്ളൂ. സ്വാമിമാർ അങ്ങകലെ പാറപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കാവിധാരികളാൽ നിറഞ്ഞൊരു പ്രദേശമാണിത്. ഇതൊരു ധ്യാനം പോലെയാണ് അവർ കാണുന്നത്. എന്തായാലും ഞാനത് നിങ്ങളെ അടുത്ത് കാണിക്കാം. ഒരു സ്വാമി അവിടെ കുളി കഴിഞ്ഞു, അവിടെ പൂജ ചെയ്യുന്നു. നർമ്മദ നദി പിന്നെയും ഒഴുകുന്നു. സാജൻ പൈനാപ്പിളിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൈൻ ഓഫിലേക്ക് നീങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറ്റൊരു നല്ല വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കും.